നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം 22-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മനുഷ്യൻ തൻ്റെ മനസ്സുപോലെ ദയ കാണിക്കും. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു വികാരമാണ് സ്നേഹം, ദയ, കരുണ. പക്ഷെ ഇതെല്ലാം ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നത് പല വിധത്തിലാണെന്ന് മാത്രം. ചിലർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ദേഷ്യത്തിലൂടെ ആയിരിക്കും, മറ്റു ചിലർ തുറന്ന് പ്രകടിപ്പിക്കും. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഒരാളോട് സ്നേഹമോ ദയയോ ദേഷ്യമോ ഒക്കെ തോന്നുന്നതല്ലേ. ഇന്ന് നമ്മൾ വ്യത്യസ്തരായ ചിന്താഗതിക്കാരായ 3 ആൾക്കാരെ പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കേട്ടോ. അപ്പോൾ ഈ 3 വ്യക്തികളും കോമൺ ആയിട്ടൊരു കാര്യം ചെയ്യുകയാണ്. എന്താന്ന് ചോദിച്ചാൽ, ദരിദ്രനായിട്ടുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ആൾ നമ്മൾ ആരെന്ന് പറഞ്ഞേ? രാഷ്ട്രീയ പ്രവർത്തകൻ. ഓക്കെ. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ നമുക്കറിയാം, വളരെയധികം സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, മറ്റുള്ളവർ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ദരിദ്രനായിട്ടുള്ള ആളെ എപ്രകാരമാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് ബോബി എന്നാണ്. ഓക്കെ ബോബി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ബോബി, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഉച്ചയ്ക്ക് 2 മണിക്ക്, രാത്രി 11 മണിക്ക് കാണാറുണ്ട്. ഓക്കെ, വളരെ സന്തോഷം ബോബി. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ബോബിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പൗലോസ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായത് ആർക്കു വേണ്ടിയാണ്? ജാതികൾക്ക് വേണ്ടി. ശരി ഉത്തരവാണ് ബോബി, ജാതികൾക്ക് വേണ്ടി. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് സ്വീകാര്യമായ ഒരു വഴിപാടായി ആരെ സമർപ്പിക്കപ്പെടുവാൻ പൗലോസ് ശുശ്രൂഷ ചെയ്തു? ഓക്കെ, പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് സ്വീകാര്യമായ ഒരു വഴിപാടായി ആര് സമർപ്പിക്കപ്പെടുവാൻ പൗലോസ് ശുശ്രൂഷ ചെയ്തു? ഫസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആണ്. ജാതികളെ. ശരി ഉത്തരമാണ് ബോബി. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ഒരു പാട്ട് പാടുവോ? ഓക്കെ, പാടിക്കോളൂ. ദൂതരിൽ ആരവം കേട്ടിടാറായി, കർത്തനിൽ കാഹളം തൊഴിച്ചിടാറായി. ദൂതരിൽ ആരവം കേട്ടിടാറായി, കർത്തനിൽ കാഹളം ധ്വനിച്ചിടാറായി. ഇന്നതിൽ നിത്യമായി വാസമുരുത്തി മണ്ണിടം രക്ഷകൻ മേഘവാഹനി. ഇന്നതിൽ നിത്യമായി വാസമുരുത്തി മണ്ണിടോ രക്ഷകൻ മേഘവാഹനി. നമ്മളിടധാനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മളിടധാനായകൻ വീണ്ടും വന്നിടാ കാലമായല്ലോ. ഹലോ, നന്നായിട്ട് പാടി ബോബി. ഇത് മാരാമൻ 2014 മാരാമൻ കമ്മീഷന്റെ പാട്ടാണ്. ഓക്കെ, ശരി, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. യൂട്യൂബിലുണ്ട് ഈ പാട്ട്. ആണോ? ഓക്കെ, അപ്പോൾ ബോബിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ക്രിസ്തുവിന്റെ സുവിശേഷം പൂർണ്ണമായി ഘോഷിക്കുവാൻ പൗലോസ് ചുറ്റി സഞ്ചരിച്ചത് എവിടെയാണ്? ഓക്കെ, എവിടെ മുതൽ? യെരുശലേം മുതൽ. ശരി ഉത്തരവാണ് ബോബി. യെരുശലേം മുതൽ
ഇല്യൂരിയ ദേശത്തോളം. ഓക്കെ, അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. അതിന് മുൻപായിട്ട് ബോബിക്ക് പ്രേക്ഷകരുമായിട്ട് എന്തെങ്കിലും പങ്കുവെക്കാനായിട്ടുണ്ടോ? സാക്ഷ്യമോ സാക്ഷ്യമുണ്ട്. ഓക്കെ, വാക്യമോ എന്തെങ്കിലും എന്തായാലും. സാക്ഷ്യം പറയാം. ഓക്കെ, ചുരുക്കി പറഞ്ഞോളൂ. 3 വയസ്സ് വരെ സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. 3 വയസ്സിന് ശേഷം ഈ ശബ്ദം സംസാരിച്ച് കിട്ടിയത്. പിന്നെ 4.5 വയസ്സിലും ജനീർ അസുഖമായിരുന്നു. പനി വന്ന 100 യാത്ര ജനീർ അസുഖമായിരുന്നു. പിന്നെ നീണ്ട 14 വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അവസാനം തലച്ചോറിലെടുത്ത് ചേർച്ചതിന് ശേഷം ആ രോഗം പൂർണ്ണമായിട്ട് ഇല്ലെന്ന് അറിയാൻ സാധിച്ചു. നീണ്ട 14 വർഷം അവിടുത്തെ ചികിത്സയിലായിരുന്നു. എങ്കിലും ആശുപത്രിയിലായിരുന്ന സമയത്തൊക്കെ എന്റെ കുഞ്ഞിനാളിൽ ഡോക്ടർമാർ ഈ കുട്ടിയെ ചികിത്സത്തിലാണ്. അപ്പം ഇന്നതാ 47 വയസ്സ് ജീവിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. ഓക്കെ, ഒരു വലിയ സാക്ഷിയാണ്. അപ്പം ഡോക്ടർമാർ വിധിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ചേട്ടനെന്ന് പറയുന്നത്. ഓക്കെ, ദൈവം ഇനിയും ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ചേട്ടന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരുന്നത് ആരാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരുന്നത് ആരാണ്? പൗലോസ്. ശരി ഉത്തരമാണ് കേട്ടോ. അപ്പം 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആണോ? ഓക്കെ, വളരെ സന്തോഷം ചേട്ടാ. അപ്പൊ ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ബോബി ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കഥയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളുടെ ഒരു കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 3 പേരും കോമൺ ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണ്. അതായത് ദരിദ്രതയിൽ കഴിയുന്ന ഓരോ വ്യക്തികളെ ഈ 3 വ്യക്തികളും സഹായിക്കുകയാണ്. അപ്പോൾ അവരുടെ ചിന്താഗതിയും മനസ്സും എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ഇന്ന് ഈ കഥയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ വ്യക്തി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ നമുക്കറിയാം, പോപ്പുലർ ആയിരിക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളായിരിക്കും, എല്ലാവരും അറിയുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയെ സഹായിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ സഹായിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അതെ, അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചെയ്യുകയാണ്. മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു, ആൾക്കാരെയൊക്കെ ഒരു പൊതുവേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ പൊതുവേദിയിൽ വെച്ച് ഏറ്റവും ദരിദ്രതയിൽ കഴിയുന്നൊരു ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തെ അദ്ദേഹം ക്യാഷ് കൊടുത്ത് സഹായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭവനം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരോടും പറയുന്നു, എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം നേടിയെടുത്ത ആ ഒരു വ്യക്തിയും കുടുംബവും അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ട് ആ സ്റ്റേജിൽ വെച്ച് തന്നെ വന്നിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകന് മനസ്സിൽ ഒരൊറ്റ ചിന്തയോ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എന്തായാലും അടുത്ത ഇലക്ഷന് തനിക്ക് തന്നെയായിരിക്കും വോട്ട്. താൻ എന്തായാലും ഇനി വലിയ ഉയരങ്ങളിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ഇത് ഉപകാരമാണ്. ഈ ഒരൊറ്റ ചിന്തയിൽ മാത്രം നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയാളുടെ കഥ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആളുടെ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് മാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു വ്യക്തിയെ സഹായിക്കുകയാണ്. ഇതുപോലെ പോപ്പുലാരിറ്റി ഒന്നുമില്ല, വേറെ ആരെയും വിളിച്ചറിയിക്കുന്നില്ല, താനും തൻ്റെ കുടുംബവും മാത്രം അറിയുന്നു. അപ്പോൾ ആ ഒരു ഫാമിലിയെ, ദരിദ്രതയിൽ കഴിയുന്നൊരു ഫാമിലിയെ താൻ കുടുംബമായിട്ട് ചെന്ന് കണ്ട് സമീപിച്ച് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പണവും പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു മനസ്സല്ലേ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു പോയത് ഇയാൾ സഹായിച്ച ഈ ഒരു കുടുംബം, ഈ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ കുടുംബം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് കയറി വരികയാണ്
വരികയാണ്. നല്ലൊരു ബിസിനസ് തുടങ്ങി അയാൾ അതിൽ വളരെയധികം നന്നായിട്ട് വിജയിച്ചു, ഇപ്പോൾ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്മാനെ കാണാനായിട്ട് സഹായിച്ച ആള് കടന്നു പോവാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ഫാമിലിക്ക് കടന്നു പോയിട്ട് അദ്ദേഹം ഒരു കാര്യം പറയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. എൻ്റെ പേര് അലീന. അലീന, കുറച്ചും ഒന്ന് മാറി നിൽക്കോ റേഞ്ചുള്ളിടത്തോട്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ അലീന, എന്ത് ചെയ്യുന്നു? എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ സുവിശേഷ വേലയിലുണ്ട്. അപ്പോൾ തന്നെ ഹൗസ് വൈഫാണ്, മറ്റു ജോലികളില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അലീന? എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ്, മദറിലോ, എൻ്റെ ഒരു മോന്. ഓക്കെ, മോൻ എന്ത് ചെയ്യുന്നു? മോൻ ഇപ്പൊ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ, പഠിക്കാനൊക്കെ മിടുക്കനാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ചർച്ചിലൊക്കെ എങ്ങനെ ആക്റ്റീവ് ആണോ? സ്പോർട്സിനോടാണ്. ആ ചർച്ചിലൊക്കെ ആക്റ്റീവാണ്. ആക്റ്റീവാണ്. ഏത് ചർച്ചിലാ പോകുന്നേ? ഞാൻ ഇന്ത്യൻ ബന്ധുക്കോസ് ദൈവസഭ. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, നല്ല സുവിശേഷ വേലയൊക്കെ ആണല്ലോ. പെന്തക്കോസ്തിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പ്രസംഗമൊക്കെ കേൾക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴേക്ക് കാണാറുണ്ട്. ഓക്കെ, വളരെ സന്തോഷം അലീന. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അലീനയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ സഹോദരി ആരാണ്? കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ സഹോദരി ആരാണ്? ഫേബ, ശരി ഉത്തരാണേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോ അലീനയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പൗലോസ് ഭരമേൽപ്പിച്ച സഹോദരി ഫേബ ഏത് സഭയിലെ ശുശ്രൂഷക്കാരി ആയിരുന്നു? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചോദ്യം ഒന്ന് ആലോചിച്ചാൽ മതി. ശരി ഉത്തരാണേ, കെങ്ക്രയ സഭയിലെ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നമ്മുടെ അലീന നന്നായിട്ട് പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നു. നല്ല വോയിസ് ആണ്. ഒരു പാട്ട് കേൾക്കാവോ? തീർച്ചയായിട്ടും. ഓക്കെ, പാടിക്കോളൂ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നെല്ലാം മാറിയിടുമേ. ഹലോ, നന്നായിട്ട് പാടി. നല്ലൊരു പാട്ട്, എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. നന്നായിട്ട് പാടി, നല്ല വോയിസ് ആയിരുന്നു കേട്ടോ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ഓക്കെ, അപ്പൊ അലീനയ്ക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഫേബയെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫേബയെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇല്ല, ഒന്നുകൂടെ പറയൂ. വളരെ അധ്വാനിച്ചവളായ, സർക്കാരിന് വേണ്ടി വളരെ അധ്വാനിച്ച. അധ്വാനി. ഓക്കെ, മറ്റുള്ളവർക്ക് എങ്ങനെയുള്ളവളായിരുന്നു? സഹായം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി ഉത്തരാണേ. എനിക്കും മറ്റനേകർക്കും അവൾ സഹായിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിനു മുൻപായിട്ട് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഒരാളെ സഹായിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കണം, എങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരായിരിക്കണം അലീന? എന്നുവെച്ചാൽ ദൈവം എന്താണ് നമ്മളെ ഒരാളെ സഹായിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു 2 വാക്ക് പറയാമോ?
ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സ് നല്ലതായിരിക്കണം. ഒരു വ്യക്തി ഒരാളെ സഹായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് നന്നായിരിക്കണമല്ലോ. അതെ. ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പിന്നെ ഒരു ദയ, നമ്മുടെ ജീവിതത്തിൽ ദയ ഉണ്ടാകണം. മറ്റൊരു അതെ, വ്യക്തിയെ ദയയെ കാണുമ്പോൾ കുറിച്ച് ഒരു തന്നെയാണ് ഇവിടെ ദയാനുകമ്പ. സംസാരിക്കുന്നത്. അതെ, ദയ, അനുകമ്പ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോ അതിന് മാത്രമേ ഒത്തിരി പേര് ചെയ്യുന്നവരാണ്, പക്ഷേ എപ്രകാരം സഹായം ചെയ്യുന്നവരെ ആയിരിക്കും ദൈവത്തിന് ഏറ്റവും ഇഷ്ടം? അത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സഹായം, മറ്റുള്ളവർക്ക് അത് പ്രയോജനമാവുന്ന രീതിയിലുള്ള സഹായം. ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. അപ്രകാരമുള്ളതാണ്. അപ്പോൾ അലീന ആരെങ്കിലും മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടോ? ഒരുപാട് പേരെ ഞാൻ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ താല്പര്യമുണ്ടോ? അതായത് സഹായം ചെയ്തത് വഴി. തീർച്ചയായിട്ടും. ഞാൻ പെട്ടെന്ന് ഒരു ചെറിയൊരു അനുഭവം പറയാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ചെറിയൊരു അനുഭവം പറയാം. ഓക്കെ, പറഞ്ഞോളൂ. നമ്മുടെ വീടിന്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് കുറച്ച് സ്ത്രീകൾ, കുറച്ച് ചേച്ചിമാരൊക്കെ ജോലിക്ക് പോകുമായിരുന്നു, ഈ തൊഴിലുറപ്പ് ജോലികൾക്ക്. അപ്പൊ നമ്മുടെ വീട്ടിലാണ് അവര് കുറച്ച് അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ കൊണ്ടുവച്ചിട്ട് അവര് തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെയാണ് ജോലി ചെയ്തത്. അപ്പൊ ആദ്യത്തെ ദിവസം ഒരു അമ്മച്ചി, ഒരു പ്രായം ചെന്ന അമ്മച്ചിയാണ്. അമ്മച്ചി ഭക്ഷണം കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവർക്ക് അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് അന്ന് ഞാൻ കുറച്ച് ഭക്ഷണം അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ നീണ്ട ഒരു 5-6 ദിവസം എനിക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനിടയായി. ഓക്കെ. അത്രയും ദിവസം ഞങ്ങളുടെ ഭാഗത്ത് ജോലി ചെയ്യാൻ വന്നപ്പോൾ അവർക്ക് അത്രയും ദിവസത്തെ ഉച്ചക്കത്തുള്ള ഫുഡ് ഞാൻ കൊടുക്കാൻ ഇടയാക്കി. വളരെ വലിയൊരു കാര്യമാണ്. കാരണം മനുഷ്യന് നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു നേരം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഭക്ഷണം. അതെ, അത് ഇത്രയും അധ്വാനിക്കുന്ന ഒരു അമ്മയും കൂടെ ആവുമ്പോൾ അവർക്ക് അതില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എനർജി കാണത്തില്ലല്ലോ. അപ്പൊ നല്ലൊരു വലിയൊരു കാര്യമാണ്. താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ അവർക്ക് ഫുഡ് എല്ലാം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളില്ല. എല്ലാരും അവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ അത്രയും ദിവസം എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ് അലീന. ഞാനൊരു കോളില്ല. ഹലോ. പറഞ്ഞോ, ഇവിടെ ഒരു സെക്കൻഡ് ഇതായിപ്പോയി. പറഞ്ഞോ സിസ്റ്റർ. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്, ഒരു വലിയ നന്മയാണ്. അതെ തീർച്ചയായിട്ടും. അന്ന് മാത്രമല്ല, എനിക്ക് അവർക്ക് ഈ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ബാഗും കാര്യങ്ങളില്ലായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു പുതിയ ബാഗും അമ്മയ്ക്ക് കൊടുക്കാനിടയായി. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അവസാനത്തെ ചോദ്യം. ഓക്കെ, അലീനയ്ക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കർത്താവിന്റെ നാമത്തിൽ ഹേവയെ എങ്ങനെ കൈക്കൊള്ളണമെന്നാണ് പൗലോസ് പറഞ്ഞത്? ഓക്കെ, ആർക്ക് യോഗ്യമാവണം? ഓക്കെ, ശരി ഉത്തരാണേ. വിശുദ്ധന്മാർക്ക് യോഗ്യമാവണം. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ് ഫേബ എന്ന് വന്നു അലീന. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോഗ്രാം കാണണേ, സപ്പോർട്ട് ചെയ്യണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് അലീനയായിരുന്നു. അലീന വളരെ സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ രണ്ടാമത്തെ ആളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ആ ഒരു ബിസിനസ് മാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തു, ഒരു ഫാമിലിയെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞ് ആ ഫാമിലി വളരെ ഉയർച്ചയിലേക്ക് എത്തിയതിന് ശേഷം ഈ സഹായിച്ച അതേ വ്യക്തി ആ ഒരു ഫാമിലിയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിനക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ആ സമയത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർമ്മ, നന്ദി എപ്പോഴും ഉണ്ടാവണം എന്നോട്. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ തിരിച്ചും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണം. പക്ഷേ എനിക്കിപ്പോൾ ഒരു വലിയൊരു ആവശ്യം വന്നിരിക്കുകയാണ്, എനിക്ക് കുറച്ച് രൂപ തരണം, സഹായിക്കണം, എന്തായാലും നിനക്കൊരു ഓർമ്മ വേണം, ഞാൻ തന്ന കാശ് നീ തിരിച്ചൊരിക്കലും എന്നെ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതും അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ടല്ലോ. ആ ഒരു രീതിയിൽ സൗഹൃദമാം വണ്ണം വേറൊരു
കാര്യം അയാൾ നേടിയെടുക്കുകയാണല്ലേ. അയാൾ ചെയ്ത ആ ഒരു നന്മയിൽ നിന്ന് വേറൊരു ഒരു നന്മ ഇങ്ങോട്ടേക്ക് അയാൾ പ്രതീക്ഷിച്ചാണ് അയാളൊരു നന്മ ചെയ്തതെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ചാണ് കേട്ടോ. സാമ്പത്തികമായിട്ട് വളരെ അധികമായിട്ടൊന്നും തന്നെ ഇല്ലാത്ത, വലുതായിട്ട് സാമ്പത്തികം ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പാടിൽ കഴിയുന്ന ഒരു ഫാമിലിയെക്കുറിച്ചാണ് കേട്ടോ ഇനി നമ്മൾ മൂന്നാമത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഫാമിലിയിലുള്ള ഒരാൾ ജോലി കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വന്ന് ലഞ്ചിന് വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. കൂലിപ്പണിക്കാരനാണ്, നമുക്കറിയാം. അവരൊക്കെ പുറത്തിരുന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു മരത്തണലിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ഒരു വൃദ്ധനായ ഒരു വ്യക്തി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അയാൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അയാളൊന്നും കഴിച്ചിട്ടില്ല. കാഴ്ചയിൽ തന്നെ വളരെ അവശനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു വൃദ്ധൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? അപ്പോൾ അയാൾ വളരെ വിഷമത്തോടെ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ട് 2 ദിവസമായി മോനെ, എനിക്കൊന്നും കിട്ടുന്നില്ല. ഭിക്ഷ എടുക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ തുച്ഛമായ കുറച്ച് നാണയങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അതിന് എനിക്ക് വിശപ്പടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് വെയിലും കൂടെ കൊണ്ട് ഞാൻ ആകെ അവശനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഈ ഒരു വ്യക്തി അദ്ദേഹത്തെയും വിളിച്ച് അദ്ദേഹത്തിനുള്ള ഭക്ഷണം ആ ഒരു വൃദ്ധന് വേണ്ടിയും പങ്കുവെച്ചു. തന്നെയാണല്ലേ നമുക്ക് അലീന ഇപ്പോൾ പറഞ്ഞൊരു സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുള്ളൊരു കാര്യം മറ്റൊരാൾക്ക് പങ്കുവെക്കാനുള്ളൊരു മനസ്സ് കാണിച്ചു. പക്ഷേ അവിടെ വലിയ വേദികളുണ്ടായിരുന്നില്ല, മീഡിയക്കാരുണ്ടായിരുന്നില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല. അയാളും ആ ഒരു വൃദ്ധനും മാത്രമായിരുന്നു ആ ഒരു സ്പേസിലുണ്ടായിരുന്നതല്ലേ. ആരും തന്നെ അവിടെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അറിഞ്ഞ ഒരാളുണ്ടായിരുന്നു, ദൈവം അല്ലേ. അപ്പോൾ ഇപ്രകാരമാണ് നാം സഹായിക്കേണ്ടത് എന്ന് ഈ 3 കഥകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ 3 പേരും മറ്റുള്ളവരെ സഹായിച്ചവരായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും നന്നായിട്ട് സഹായം ലഭിച്ചത് ആർക്കായിരുന്നു എന്ന് നമുക്ക് വചനം വഴി നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? I am doing good. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? Yes. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രോഗ്രാം? എങ്ങനെയുണ്ട്, അഭിപ്രായം എന്താണ്? അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു ആൻറ്റി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് വാഞ്ചിച്ചത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കാം. ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് വാഞ്ചിച്ചത് എന്തുകൊണ്ടാണ്? ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടായി. ഓക്കെ, ഒന്നുകൂടെ പറയൂ ആൻറ്റി. എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടായി. ഓക്കെ, ശരി ഉത്തരമാണ് ആൻറ്റി. ഇപ്പം ആൻസർ ഇങ്ങനെയാണ്: മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന്. ഓക്കെ, അപ്പോൾ അവിടെ പൗലോസിന് വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പോയത്. ഓക്കെയാണ്, മീനിങ് കറക്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എവിടേക്ക് പോകുന്ന യാത്രാമധ്യയാണ് റോമിലെ വിശുദ്ധന്മാരെ കാണുവാൻ പൗലോസ് ആശിച്ചത്? ഓക്കെ, ശരി ഉത്തരമാണ് ആൻറ്റി. സ്പാനിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് നമുക്ക് എപ്പോഴും പാട്ടൊക്കെ പാടി തരാറുള്ള ആൻറ്റിയാണ്. ഒരു നല്ല പാട്ട് കേൾക്കാൻ പറ്റുമോ ഇന്ന്? പാടിക്കോ ആൻറ്റി. जीवंत प्रभु मेरे संग संग है, सेना नायक प्रभु मेरे संग संग है, मैं गिरूंगा नहीं, मैं मिटूंगा नहीं, सर्वशक्तिमान
मेरे लिए उठेगा. ഹലോ, ആ നല്ലൊരു പാട്ടായിരുന്നു ആൻറ്റി. ആദ്യമായിട്ടാണ് ഒരു ഹിന്ദി പാട്ട് പാടുന്ന ഒരാള്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? യെസ്. ഓക്കെ, അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പൗലോസ് എവിടേക്കാണ് യാത്രയായത്? ടു ജെറുസലേം. ശരി ഉത്തരമാണ് ആൻറ്റി, യെരുശലേമിലേക്ക്. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം കൂടി അവശേഷിക്കുന്നുള്ളൂ. ആൻറ്റിക്ക് ഒരു വചനം പറയാൻ താല്പര്യമുണ്ടോ? യെസ്. പറഞ്ഞോളൂ. 1 Corinthians chapter 6 verse 17. He that is joined to the Lord is one spirit. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ ഏകാത്മാവാകുന്നു. ഓക്കെ, നല്ലൊരു വചനമാണ് ആൻറ്റി. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. യെസ്. ഓക്കെ, ആൻറ്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് സംഭാവന നൽകുവാൻ താല്പര്യമുണ്ടായത് ആർക്കാണ്? മക്കെദോനിയ, അഗായ. ശരി ഉത്തരമാണ് ആൻറ്റി, മക്കെദോനിയയിലും അഖായയിലും ഉള്ളവർക്ക്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പിയാണോ? യെസ്. ഓക്കെ, വളരെ സന്തോഷം ആൻറ്റി. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രമിക്കുക, പുതിയ നല്ല നല്ല പാട്ടുകൾ പാടിത്തരിക. ഓക്കെ ഓക്കെ ആൻറ്റി, ബൈ. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് മാഗി ആൻറ്റി ആയിരുന്നു. വളരെ സന്തോഷം ആൻറ്റി വിളിച്ചതിൽ. അപ്പോൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പം നമ്മൾ 3 വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടു. 3 പേരും ചെയ്തത് ഒരേ കാര്യം തന്നെയായിരുന്നു അല്ലേ? മറ്റുള്ളവരെ സഹായിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ ഈ 3 പേരിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹായം ആരായിരിക്കും ചെയ്തത്? അതെ, നിങ്ങൾ മനസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ബാക്കി 2 പേരും, അതായത് ആദ്യം പറഞ്ഞ 2 പേരും ചെയ്തത് അവരവർക്ക് വേണ്ടി ഉള്ളൊരു താല്പര്യത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യത്തെ ആള് ഒരുപാട് പോപ്പുലാരിറ്റി ഒക്കെ ഉള്ള ആള് മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി മീഡിയയിലൊക്കെ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി കയറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു വീട്ടുകാരെ സഹായിച്ചത്. ഇവർ ചെയ്തതിൽ ഏറ്റവും വലിയ കാശ് കൊടുത്ത, അല്ലെങ്കിൽ വീട് പണിത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറമേയായിട്ട് കാശ് കൊടുക്കുക, ഇതൊക്കെ പൈസ ചിലവുള്ള കാര്യമാണല്ലേ? അപ്പോൾ അത് ചെയ്തത് ഈ ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായിരുന്നു. പക്ഷേ അതൊരിക്കലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലല്ല എന്ന് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉറച്ചു പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ആളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് എങ്ങനെയായിരുന്നു? തൻ്റെ വീട്ടുകാരും താനും മാത്രം, അല്ലെങ്കിൽ ആ ഒരു ദരിദ്ര ഫാമിലിയും തൻ്റെ കുടുംബക്കാരും മാത്രം അറിഞ്ഞായിരുന്നു ആ ഒരു ഫാമിലിയെ സഹായിച്ചത്. അത് ഓക്കെയാണ്. പക്ഷേ അയാൾ ചെയ്ത എന്താണ്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഒരു ദരിദ്ര ഫാമിലി വളർന്ന് ആ ഒരു ബിസിനസ്സിലൊക്കെ വളരെ വലിയൊരു നിലയിലെത്തിയതിന് ശേഷം ആ ഒരു പ്രോഫിറ്റ് താൻ എന്താണോ അവർക്ക് നൽകിയത് ആ ഒരു പ്രോഫിറ്റ് അയാൾ ഒരു മനസാക്ഷിയും ഇല്ലാതെ തിരിച്ചു ചോദിക്കുകയാണല്ലേ ചെയ്തത്. അപ്പോൾ താൻ സഹായിച്ച ആ ഒരു ഡീഡ്, ആ ഒരു ഗുഡ് ഡീഡ് അവിടെ അവസാനിക്കുകയാണ് ചെയ്തത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓഹരി, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത അതേ പ്രോഫിറ്റ് അദ്ദേഹം തിരിച്ചവകാശപ്പെട്ടു, ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് തിരിച്ച് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആളുടെ കാര്യം നോക്കുകയാണെങ്കിലോ, അദ്ദേഹം എങ്ങനെയാണ് ചെയ്തത്? ഒന്നും പ്രതീക്ഷിക്കാതെ, അവരോട് ചോദിക്കാത്ത ഒരാൾക്ക് അങ്ങോട്ട് ചെന്ന് അന്നം വേണമെന്ന് ചോദിച്ച് അദ്ദേഹത്തിനുള്ള ഒരു പങ്ക് അദ്ദേഹത്തോടൊപ്പം ഇരുത്തി ആരും അറിയാതെ അദ്ദേഹം ആ ഒരു നന്മ ചെയ്തു. തീർച്ചയായിട്ടും ഇതിൽ തന്നെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചനസമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.